ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നറിയാമോ? ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയും വെഡിങ്ങിൻ്റെയും ഒക്കെ എക്സ്പീരിയൻസും മിസ്റ്റേക്സും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇത് ഫ്യൂച്ചർ ബ്രൈഡ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ ബ്രൈഡ് ആകാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു മസ്റ്റ് വാച്ച് ഇറ്റ്. അപ്പോൾ ആദ്യമേ എൻ്റെ എൻഗേജ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നത് 2025 ജൂൺ 1 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് അല്ല. ഞങ്ങൾ കേരള മാട്രിമോണിയിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് 2 days ബിഫോറാണ് ഞങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നത്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് വലിയ ഒരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ വെച്ച്, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വെച്ച് മാത്രമുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. 6 months കഴിഞ്ഞ് ഞങ്ങളുടെ വെഡ്ഡിങ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഞങ്ങളുടെ രണ്ടിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു പിങ്ക് കളറിലെ ലെഹങ്കയും സുബിനൊരു വൈറ്റ് കളറിലെ കുത്തയും പാൻറ്റുമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനൊരു ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിനെ പറ്റി എനിക്ക് കുറേ പേര് എന്നോട് പറഞ്ഞു, നല്ല ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു, എങ്ങനെ എടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം ഇവിടെയല്ല, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അതെനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയതായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ലെഹങ്ക എന്ന് പറയുന്ന സംഭവം. ഞാൻ തന്നെ എൻ്റെ സ്വന്തമായ ഒരു കുറേ പിൻട്രസ്റ്റിലൊക്കെ കുറേ തപ്പിയിട്ടൊക്കെ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് എൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സ്. അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ പിങ്ക്, ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിൽ ആ ഒരു കളറ് ഭയങ്കര ഇതായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ വളരെ ഓക്കെ ആയിരുന്നു, ഡ്രസ്സൊക്കെ ഭയങ്കര പക്കായിരുന്നു. പിന്നെ മെഹന്തി എന്ന എൻഗേജ്മെൻറ്റ് എൻ്റെ സിസ്റ്ററായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ അവൾ വരച്ച് തരും, കുറച്ചവൾ എനിക്ക് മെഹന്തി ഇട്ട് തന്നവളായിരുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പെഡിക്യൂർ, മാനിക്യൂർ, നെയിൽ ആർട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നെയിൽസ് ഓൾറെഡി ഞാൻ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ സ്റ്റിക്കോൺ നെയിൽസ് ആയിരുന്നു ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം പറയാൻ വന്നതാണ് ഞാൻ. എൻ്റെ മേക്കപ്പാണ് എനിക്ക് പണി തന്നത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവർ ഇത്രയും വൃത്തികെട്ട രീതിയിൽ എൻ്റെ ആ ഒരു ഡേ സ്പോയിൽ ചെയ്ത് തന്നത് അവരാണ്. എൻ്റെ വീടിൻ്റെ പത്തനംതിട്ട തന്നുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി പാർലറാണ് അവരുടെ പത്തനംതിട്ട തന്നുള്ള. പക്ഷെ അവർ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളായതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല. അവർക്ക് മോഡേൺ രീതിയിലുള്ള മേക്കപ്പുകളെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിട്ടില്ല. അവരെനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് അത്രയും വൃത്തികെട്ട രീതിയിലായിരുന്നു. എനിക്ക് HD മേക്കപ്പായിരുന്നു അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ HD മേക്കപ്പിൽ വന്ന മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കേക്കി ഫീൽ ആയിരുന്നു. എനിക്ക് ഓൾറെഡി മേക്കപ്പ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഒരുമാതിരി വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേക്കപ്പ് ചെയ്തതിനെ കുളമാക്കി തന്നു. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടെ കയ്യിൽ ഐലാഷസോ ലെൻസോ ഇതൊന്നും തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ചുമ്മാ എന്തൊക്കെയോ വാരി തേച്ച് ഒരുമാതിരി വൃത്തികേടാക്കി തന്നു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ആ ഒരു ഡേ സ്പോയിലായി പോയാൽ നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. പിന്നെ നമുക്ക് ആ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു മേക്കപ്പ് ശരിക്കും എനിക്ക് ഗിൽറ്റ് ഫീൽ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തോ ആ ഒരു സ്റ്റേജിലൊക്കെ വന്നപ്പോൾ സുബിൻ അത്രയും ഇതായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ എന്തോ സ്റ്റേജിൽ വന്നപ്പോൾ അങ്ങനെയൊന്നും പറയാത്തത് എനിക്ക് വിഷമാവുമെന്ന് എഴുതിയിട്ടായിരിക്കാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് എന്നോട് പറഞ്ഞു, ഇനി ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെഡിങ്ങിന് വേണ്ടി എടുക്കരുത് എന്നോട് പറഞ്ഞു. ഈവൻ എൻ്റെ ഫോട്ടോഗ്രാഫറായിട്ടുണ്ട് എൻ്റെ കസിനായിരുന്നു അന്ന് ഫോട്ടോഗ്രാഫറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനും ഓൾറെഡി പറഞ്ഞു, ഒരു കാരണവശാലും കല്യാണത്തിന് ഇവരെ മേക്കപ്പിന് ബുക്ക് ചെയ്തതെന്ന്. അവരുടെ അത്രയും ചീപ്പായിട്ടുള്ള മേക്കപ്പാണ് അവർ ചെയ്തു തന്നത്. HD മേക്കപ്പ് ഇത്രയും വൃത്തികെട്ട മേക്കപ്പാണ് ഞാൻ അന്നാണ് തിരിച്ചറിയുന്നത്. എന്തൊക്കെയോ ഒരു ഫേസ് എന്താ പറയുക, നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം മേക്കപ്പ് ചെയ്താൽ പോലും ഇത്രയും വൃത്തികേടുണ്ടാവില്ല. അത്രയും വൃത്തികെട്ട രീതിയിലൊരു കിക്കി ഫീൽ ചെയ്യുന്നൊരു മേക്കപ്പായിരുന്നു. ഹെയറൊക്കെ ആണെങ്കിൽ പോലും എന്തൊക്കെയോ ഒരുമാതിരി വൃത്തികേടായിട്ട് ഇരിക്കുകയാണ് അവർ സെറ്റ്. ഞാൻ പറഞ്ഞ രീതിക്കൊന്നും അല്ല അവർ ചെയ്തു തന്നത്. പിന്നെ ടൈം പോയതുകൊണ്ടും പിന്നെ കൂടുതലൊന്നും ഞാൻ അവിടെ ഞാൻ വിവരിക്കാൻ നിന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നില്ല. ഞാൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം എൻക്വയറി ചെയ്തിട്ടേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാവൂ. എനിക്ക് എൻഗേജ്മെൻറ്റിന് പറ്റിയൊരു അബദ്ധം അതാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തപ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എൻക്വയറി ചെയ്യാതെ ഞാൻ ബുക്ക് ചെയ്തു. അവർക്ക് വെറുതെ ഈച്ചടിച്ചിരിക്കുന്ന ഇത്. അതിൽ ഏറ്റവും രസമുള്ള കാര്യം, ഈ കണ്ണൊക്കെ ഞാൻ തന്നെയായിരുന്നു എന്നോട് തന്നെ എഴുതിക്കോളാൻ. അത്രയും ഇതായിട്ടാണ് അവരെൻ്റെ ഇത് പറഞ്ഞത്.
എൻഗേജ്മെൻറ്റിൻ്റെ എൻ്റെ ഒരു മേക്കപ്പ് ആയിരുന്നു എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് കല്യാണത്തിന് വരികയാണെങ്കിൽ 2026 ജനുവരി 29 ഞങ്ങളുടെ കല്യാണം. ഞങ്ങൾക്ക് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. തലേന്ന് എൻ്റെ വീട്ടിൽ വെച്ച്, എൻ്റെ വീട്ടിലല്ല, വീടിന് തൊട്ടടുത്ത് ഉള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പുടവ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് കല്യാണം. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നായിരുന്നു ചെറുക്കൻ്റെ അവിടെ വെച്ച് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള ഹൽദി, മെഹന്തി, ഈ സംഗീത്, ഇതുപോലുള്ള യൂസ്ലെസ് എന്ന് ഞാൻ പറയുന്നില്ല, ഇതുപോലുള്ള ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ നടത്താൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അധികം പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൽദി, മെഹന്തി, സംഗീത്, ചുമ്മാ കുറേ ആവശ്യമില്ലാത്ത ഫങ്ഷൻസ്. തലേന്ന് ഒരു കുടവ ഫങ്ഷൻ, ഞാൻ തലേന്ന് വളരെ സിമ്പിളായിട്ടായിരുന്നു ഞാനൊരു സെറ്റ് മുണ്ടുമായിരുന്നു തലേന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തലേന്ന് സെറ്റ് മുണ്ടും ഒരു ബ്ലൂ കളർ, ഡാർക്ക് നേവി ബ്ലൂ കളറിലെ ഒരു ബ്ലൗസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സുബിൻ ആ കളറിൽ ജുബയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. മേക്കപ്പ് ഞാനും എൻ്റെ അനിയത്തിയും തന്നെ സ്വയം മേക്കപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ തലേന്ന് ഹെയർ മാത്രമേ സെറ്റ് ചെയ്യാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പ് ചെയ്തിരുന്നത് പത്തനംതിട്ട തന്നെയുള്ള വേറൊരു അനിതാസ് ഏഞ്ചൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തായിരുന്നു ചെയ്തിരുന്നത്. പുള്ളിക്കാരി മേക്കപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ കോംപ്ലിമെൻ്റ് കിട്ടിയിരുന്നു എൻ്റെ ആ മേക്കപ്പിനെ പറ്റി. നല്ല മേക്കപ്പാണ്, നല്ല ഭംഗിയുണ്ട്, എനിക്കും നല്ല കംഫർട്ടബിളായി തോന്നി. എനിക്കൊരു കേക്കി ഫീലോ. ഞാൻ എയർ ബ്രഷായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സൂപ്പറായിട്ട് അവർ ചെയ്തു തന്നു മേക്കപ്പൊക്കെ. അവർ ഏർലി മോർണിംഗ് അവർ വന്നു മേക്കപ്പൊക്കെ ചെയ്ത് എനിക്കൊന്ന് ടൈം കുറേ ലോസായെന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ടൈം ലോസ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നപ്പോൾ തന്നെ 6:30 ഞാൻ 6 മണിക്ക് കുളിച്ച് നിന്നു. 6 മണിക്ക് അവർ വരുമെന്ന് വെച്ചു. പക്ഷേ അവർ 6:30 വന്നപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് 9 മണി 9:30 ആയി. ഞങ്ങൾക്ക് 11-11:30 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം, 12 മണിക്ക് മുമ്പായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പറ്റിയൊരു എനിക്ക് അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തായിരുന്നു ഞാൻ എൻ്റെ മെഹന്തി ഇടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അവിടെ തന്നെ സ്റ്റുഡിയോയിൽ ചെന്ന് മേക്കപ്പ് ഇട്ടു. പക്ഷേ എനിക്ക് പറ്റിപ്പോയൊരു മണ്ടത്തരം അതായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് നിൽക്കുന്നിടത്ത് അവിടെ നിന്ന് നമ്മൾ മെഹന്തി ഇടാൻ നോക്കിയത്. എൻ്റെ മെഹന്തി നല്ല കൊള്ളവാക്കി തന്നെന്ന് വേണമെങ്കിൽ പറയാം. മെഹന്തിയാണ് എനിക്ക് ഇപ്രാവശ്യം കല്യാണത്തിന് പണിയിട്ട് ഇതെൻ്റെ മെഹന്തിയായിരുന്നു. കാരണം മെഹന്തി അത്രയും ബോറായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല മെഹന്തിയുടെ കാര്യം. മെഹന്തിക്കകത്ത് ചെറിയ കുട്ടി പിള്ളേരുടെ കയ്യിൽ വരച്ച് വെക്കുന്ന പോലത്തെ മെഹന്തിയായിരുന്നു എനിക്ക് അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. മെഹന്തി കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിപ്പോരബദ്ധമാണ്. ദൈവത്തെ ഓർത്തൊരു മെഹന്തി ആർട്ടിസ്റ്റിനെ കൊണ്ടേ മെഹന്തി ഇടിപ്പിക്കുമോ, അല്ലാണ്ട് ബ്യൂട്ടി പാർലർ കൊണ്ട് മെഹന്തി ഇടിപ്പിക്കരുത്. എനിക്ക് അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കല്യാണത്തിൻ്റെ ഒരു 2 days ബിഫോറൊക്കെ ആയിട്ടായിരുന്നു, 2-3 days ബിഫോർ ആയിട്ടായിരുന്നു ഞങ്ങളുടെ സേവ് ദി ഡേറ്റിൻ്റെ അന്ന് ഞാൻ പുറത്ത് പോയി നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വന്നിട്ടൊരു മൊജിറ്റോ കുടിച്ചായിരുന്നു. ഞങ്ങൾ പുറത്ത് മൊജിറ്റോ കുടിച്ചിട്ടാണ്, എനിക്ക് ആ മൊജിറ്റോ കുടിച്ചതാണോ എന്നറിയില്ല, ത്രോട്ടിന് ഇൻഫെക്ഷനായി. കല്യാണത്തിന് 2 ദിവസം മുന്നേ ത്രോട്ട് പണി തന്നു എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ത്രോട്ടിന് ഇൻഫെക്ഷനായി, എനിക്ക് ഒന്നും ഇറങ്ങുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചപ്പം മെഡിസിനൊക്കെ തന്നു. ഹൈ ഡോസുള്ള മെഡിസിൻ തന്നില്ല. കാരണം എനിക്ക് ഈ ഒരു സ്റ്റേജ് ആയതുകൊണ്ട്, കല്യാണമൊക്കെ ആയതുകൊണ്ട് ഹൈ ഡോസുള്ള മെഡിസിൻ തരുന്നില്ല. പക്ഷേ കല്യാണത്തിന് തലേന്ന് ഞാൻ ഒരുപാട് ഉറങ്ങത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഉറങ്ങുമ്പോൾ എൻ്റെ തൊണ്ടയിൽ എന്തോ തട്ടുന്ന പോലെ തോന്നുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഹൊറിബിളായ ഒരു അനുഭവമായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്നും കല്യാണത്തിൻ്റെ അന്നും ഈവൻ റിസപ്ഷൻ്റെ അന്ന് പോലും എനിക്ക് ഒന്നും എനിക്ക് സംസാരിക്കാൻ പോലും അറിയാത്തൊരു അവസ്ഥയായിരുന്നു. മര്യാദയ്ക്ക് ഫുഡ് പോലും ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ആ ഡേ സ്ട്രഗിൾ ചെയ്തു പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ചില ആൾക്കാർ പറയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണമെന്നില്ല. അപ്പം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടൊന്നും അടിമുടി നടക്കുന്നൊന്നുമില്ല. ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകുമെന്ന് പറയാം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് പറ്റിയ അബദ്ധം ആ മെഹന്തിയുടെ കാര്യത്തിലായിരുന്നു. മെഹന്തി അവരെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു മണ്ടത്തരം, നെയിൽസ് ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നെയിൽസ് ആണെങ്കിൽ എനിക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന നെയിൽസ് അല്ലായിരുന്നു, ഒരു ഗ്ലൂ ഒട്ടുന്നതായിരുന്നില്ല. ഞാനത് നേരത്തെ നോക്കിയില്ല. അതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് എനിക്ക് നെയിൽസ് ഒട്ടിക്കാതെ വേണം എനിക്ക് പോകേണ്ടി വന്നത്. പിന്നെ എനിക്ക് പറ്റിപ്പോയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ഇയർ ചെയിൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇയർ ചെയിൻ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് കുറച്ച് റെൻ്റൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം അവൾ പിന്നെ കല്യാണത്തിനന്ന് രാവിലെ ആ റെൻ്റൽ ഷോപ്പിൽ പോയി, അവിടെ നിന്ന് പോയി കുറച്ച് ഈ ഇയർച്ചയും പോയി ഒപ്പിച്ചുകൊണ്ട് വന്നു. കല്യാണത്തിന് രാവിലെ ആ റഷിൽ പോയി. പാവം അവളും അവളുടെ ഒരു ഫ്രണ്ട് ആര്യ, ഞാൻ മറക്കില്ല കുട്ടിയുടെ കാര്യം. എനിക്ക് രാവിലെ എനിക്ക് ഫുഡൊക്കെ വരുത്തുന്നത് ആര്യയായിരുന്നു. എനിക്ക് ആര്യയോട് വലിയൊരു താങ്ക്സാണ്, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ അനിയത്തി ആര്യയും കൂടെ ആയത് വന്ന് എനിക്ക്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അഞ്ജലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ എനിക്ക് അന്ന് തൊണ്ടവേദനയൊക്കെ ആയിട്ടിരുന്ന് എനിക്കന്ന് ഫുഡ്, എനിക്ക് ഫോട്ടോഗ്രാഫർ വന്ന് നിൽക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പം ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല. മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫർ വന്നു. പിന്നെ ഷടപടയുന്ന കാര്യങ്ങൾ നീക്കണ്ടേ, അപ്പോൾ ഫുഡ് എനിക്ക് വാർത്തുന്നത് ഈ ആര്യയായിരുന്നു. പിന്നെ എൻ്റെ ഒരു വെഡ്ഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ലേറ്റായി ഓൾറെഡി. ഞാനവിടെ ചെന്നു, ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സൂപ്പറായിരുന്നു. കല്യാണമൊക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ് നടന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് മെഴുകിയായിരുന്നു പോയത്. എനിക്കറിയാമായിരുന്നു ഞാൻ കരയുന്നു. തലേന്നേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇതുവരെ ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ മാറി നിന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു കല്യാണം, നമ്മളൊരു വീട്ടിൽ നിന്ന്, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് കരച്ചു തരും. പിന്നെ ഞാൻ കരയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും അമ്മാമ്മയും എല്ലാം സീനാക്കി കരഞ്ഞു. ഈവൻ അവിടെ നിന്ന് ആൾക്കാർ വരെ കരഞ്ഞു. അപ്പോൾ സുബിൻ പറഞ്ഞൊരു കാര്യമാണ്, അയ്യോ ഞാൻ ഈ വിളിയെ കൊണ്ടുപോകണമെന്ന്. കാരണം അവിടെ നിന്ന് എൻ്റെ അയൽവാസികളായിക്കോട്ടെ, എൻ്റെ മറ്റു റിലേറ്റീവ്സൊക്കെ നിന്ന് കരയുന്നു, ഞാൻ കരയുന്ന കണ്ടിട്ട്. കാരണം ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ആ ഒരു മൊമെൻറ്റ്സൊക്കെയാണ് എൻ്റെ മൈൻഡിൽ കൂടെ വരുന്നത്. എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് വേണം പറയാൻ പറ്റും. കാരണം എനിക്കത് നല്ല വൈകാരികം ഉണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ പിറ്റേന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് സുബിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. റിസപ്ഷന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് കളറിലെ ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച സാധനമാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ബ്ലൗസും എൻ്റെ വെഡിങ് സാരിയുടെ ബ്ലൗസും തലേന്നിട്ട ബ്ലൗസും എല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ഞാൻ പത്തനംതിട്ടയുള്ള ലക്ഷ്യ എന്ന് പറയുന്നൊരു സ്റ്റിച്ചിങ് സെൻ്ററിലായിരുന്നു. അവിടുത്തെ ആ ആൻറ്റി അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്തോണ്ടല്ലോ, ആൻറ്റി അതുപോലെ നല്ല സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. ബ്ലൗസാണെങ്കിലോട്ടെ എന്ത് ഡ്രസ്സാണ്, നമ്മുടെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടായാൽ മതി. എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് പുള്ളിക്കാരിയായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. പിന്നെ എൻ്റെ വെഡിങ് സാരി എന്ന് പറയുന്നത് ഓറഞ്ച് കളറായിരുന്നു. എല്ലാവരും റെഡ് പിടിക്കുമ്പം എനിക്കൊരു വെറൈറ്റി പിടിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഓറഞ്ചിലോട്ട് പോയത്. എനിക്ക് സാരി എടുക്കാൻ പോയപ്പോൾ കുറേ പേര് ഓറഞ്ച് റെഡ് പോരെ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. പക്ഷേ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയൊക്കെ ആയിരുന്നു. നിനക്കിഷ്ടപ്പെട്ട കളർ നീ എടുക്കുക, നിൻ്റെ ഒരു ഡേ ആണ്, നിനക്കിഷ്ടപ്പെട്ട, അല്ലാണ്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഈ കൃത്യമായ കളർ കോഡ് ഉണ്ടായിരുന്നു. തലേന്ന് ഏത് ഡ്രസ്സ് ഇടണം, കല്യാണത്തിന് ഏത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ കൃത്യമായ ഒരു കളർ കോഡ് ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ ഫാമിലീസ് തന്നെ കളർ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഫുൾ ഒരു ബ്രൗൺ കളർ, ഒരു ചോക്ലേറ്റ് കളറായിരുന്നു എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. സുബിൻ്റെ ഫാമിലിയാണ് ഒരു ബ്ലൂ കളറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പൊന്മാൻ നീല എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്ലൂ കളറായിരുന്നു അവരെല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം ഒരു ഒരു ഡ്രീം ഡേ പോലെ കടന്നുപോയി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ മിസ്റ്റേക്സിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാൻ കാരണം, നമ്മൾ വിചാരിക്കും വളരെ മൈനറായിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ ചിലർക്ക് മേക്കപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റും. മേക്കപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ സാരി ഡ്രേപ്പിങ്ങിൻ്റെ കാര്യത്തിൽ അബദ്ധം പറ്റും. മെഹന്തിയുടെ കാര്യത്തിൽ എനിക്ക് മെഹന്തി ആയിരുന്നു എനിക്ക് പണി കിട്ടിയത്. പിന്നെ ഞാൻ മറന്നുപോയ ചില അക്സസറീസും. പിന്നെ എനിക്ക് തലേന്ന് 2 ദിവസം മുന്നേ വയ്യാതായത് കാരണം ഞാൻ ചില കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. തലേന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതല്ല, എല്ലാം കൂടി എക്സ്പെൻസാണ് അത്യാവശ്യം. ഞാനതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിൻ്റെ മാത്രമേ ഞാൻ മേക്കപ്പ് ചെയ്തു. തലേന്ന് എനിക്ക് ഒരു സിമ്പിൾ ലുക്ക് ആയിരിക്കണമെന്ന് എനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ്ങിന് ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.